എം.ആർ. അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നായിരുന്നു പി.വി. അൻവർ എം.എൽ.എയുടെ പ്രതികരണം. പല പ്രമാദമായ രാഷ്ട്രീയ കേസുകളും അജിത് കുമാർ അട്ടിമറിച്ചിട്ടുണ്ട്. ADGPയെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, ഇന്റലിജൻസ് നിരീക്ഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. ഇനിയും ADGP അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിലെ അതിപ്രമാദമായ രാഷ്ട്രീയ കേസുകൾ, രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ, ഒരു മുന്നണിയെ, പാർട്ടിയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള കേസുകൾ, സത്യമെന്ന് കരുതിയിരുന്ന കാര്യത്തിന് വിപരീതമായി അങ്ങനെയല്ല എന്ന് ചില കേസുകൾ അട്ടിമറിക്കപ്പെട്ട് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ അത്തരം കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അന്തം വിട്ട് നിന്ന ചില കേസുകളുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിക്കണമെന്ന് കൂടിയാണ് എനിക്ക് ഈ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ADGP എം.ആർ. അജിത് കുമാറിനും SP സുജിത് ദാസിനും വേണ്ടി ഫോൺ ചോർത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എ. SP സുജിത് ദാസിന്റെ കീഴിലുള്ള ജിനീഷ് KK, ശരത് S, ജയപ്രസാദ് എന്നീ ഉദ്യോഗസ്ഥരാണ് ഫോൺ ചോർത്തുന്നതെന്ന് എം.എൽ.എ. ആരോപിക്കുന്നു. UAPA ചുമത്തുന്ന രാജ്യദ്രോഹ കുറ്റം അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള ഫോണ്, ഇന്റർനെറ്റ്, ഇമെയിലുകൾ, ടെലിഗ്രാമുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാതും പരിമിതമായ ഉദ്യോഗസ്ഥരുടെ പെർമിഷനോട് കൂടിയിട്ട് ഇത് ചോർത്തിയെടുക്കാൻ ലീഗലായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം SP സുജിത് ദാസ് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ ഇന്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ 3 ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ആ 3 ആളുകൾക്കും ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ആരെ ഫോണും ചോർത്താം. ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാനിരിക്കുന്ന കക്ഷികളിൽ നിങ്ങളുടെ പേര് നോട്ട് ചെയ്തോ: ജിനീഷ് KK, പെൻ നമ്പർ 560428, ശരത് S, പെൻ നമ്പർ 564544, മൂന്നാമത്തെ കക്ഷി ജയപ്രസാദ്, പെൻ നമ്പർ 561496. ഈ 3 പേരാണ് ഈ സീക്രട്ട് റൂമിൽ ഇവരാവശ്യപ്പെടുന്ന ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യുന്നതും ചോർത്തി കൊടുക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും. അത് അവരുടെ ഡ്യൂട്ടിയാണ്, ജോലിയാണ്. അഷ്കർ അലി കരിമ്പ നൽകും മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ. അഷ്കർ, ആദ്യം പി.വി. അൻവർ ഒരു ആരോപണമായി ഉന്നയിച്ചതാണ് ഈ ഫോൺ ചോർത്തൽ. ADGP എം.ആർ. അജിത് കുമാറിന് വേണ്ടി സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ ചോർത്തുകയാണ്, മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോണുകൾ ചോർത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇന്നിപ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ പേരുകൾ കൂടി പറഞ്ഞുകൊണ്ടാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇനിയൊരു നടപടിയിലേക്ക് പോകാതെ തരമില്ലല്ലോ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും. വിനിത, പ്രധാനമായും 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് പി.വി. അൻവറിൻ്റെ വാർത്താ സമ്മേളനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയിൽ സംസ്ഥാനത്തെ ADGP ഇപ്പോഴും എം.ആർ. അജിത് കുമാർ തുടരുന്നതിനെതിരെയുള്ള ഒരു പരസ്യ പ്രതിഷേധം എന്ന് തന്നെ വേണമെങ്കിൽ പി.വി. അൻവറിൻ്റെ ഇന്നത്തെ പ്രസ്താവനയെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കാരണം ആദ്യ വാർത്താ സമ്മേളനം മുതൽ ADGP അജിത് കുമാറിന് സ്വർണ്ണ കള്ളക്കടത്തുമായും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും പല രാഷ്ട്രീയ പ്രമുഖരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നതടക്കം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ പ്രതിസന്ധിയിലാക്കാനോ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കാനോ തയ്യാറാവാതിരുന്ന പി.വി. അൻവർ എം.ആർ. അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യം ഒരിക്കൽ പോലും പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ആ ആവശ്യം പരസ്യമായി ഉന്നയിച്ചുകൊണ്ട് പി.വി. അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ്. ADGP ആയിട്ടുള്ള എം.ആർ. അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളോ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നുള്ളതാണ് പി.വി. അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അത്തരത്തിലൊരു അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ADGP അജിത് കുമാറിനെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നുള്ള ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണം. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, ഒരു ഇന്റലിജൻസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് അജിത് കുമാറിനെ കൃത്യമായി ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോലും കൃത്യമായി നിരീക്ഷിക്കണമെന്നുള്ള ആവശ്യമാണ് പി.വി. അൻവർ മുന്നോട്ട് വെക്കുന്നത്. അതല്ലാത്ത പക്ഷം അജിത് കുമാർ തനിക്കെതിരായ തെളിവുകൾ നശിപ്പിക്കുമെന്നും പി.വി. അൻവർ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, അജിത് കുമാർ അടക്കമുള്ള ഈ പോലീസ് കോക്കസിനെതിരെ താൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ തനിക്കെതിരെയുള്ള പ്രവർത്തനം തുടങ്ങി തന്നെ ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ് പി.വി. അൻവർ പറയുന്നത്. സ്വാഭാവികമായും ഇനിയും രാഷ്ട്രീയമായി ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് സർക്കാരും പാർട്ടിയും പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിലാണ് അജിത് കുമാറിനെ മാറ്റണം, ആ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം എന്നുള്ളൊരു ആവശ്യമായി ഭരണപക്ഷ MLA കൂടിയായ പി.വി. അൻവർ മുന്നോട്ട് വരുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് പി.വി. അൻവർ പുറത്തുവിട്ട വിവരങ്ങളാണ്. മലപ്പുറം ജില്ലയുടെ മുൻ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന S. സുജിത് ദാസ് IPS അദ്ദേഹം
ഇവിടെ മലപ്പുറം ജില്ലയുടെ SP ആയിരിക്കെ തന്നെ നിരവധി ആളുകളുടെ ഫോൺ കോളുകൾ ചോർത്തി എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുടെ അടക്കം പേര് വിവരങ്ങൾ പരസ്യമാക്കിക്കൊണ്ടായിരുന്നു PV അൻവറിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. അതിൽ മലപ്പുറം SP ആയതിനു ശേഷം പിന്നീട് അവർ വകുപ്പ് തല മാറ്റം ലഭിച്ചപ്പോൾ SITയുടെ തലവനായും അതുപോലെ തന്നെ അരീക്കോട് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കുന്നതിനുള്ള പ്രതിരോധിക്കുന്നതിനുള്ള SOG സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ തലവനായും നിയമത്തിനായിരുന്നു. ഈ രണ്ട് നിയമനങ്ങളും സ്വാഭാവികമായിട്ടും ഫോൺ ഇൻ്റർസെപ്ഷൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫോണുകൾ ചോർത്താനുള്ള കൃത്യമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി എന്നാണ് PV അൻവർ പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ വിജിലൻസിൽ ഇല്ലാത്തിരുന്ന ഉദ്യോഗസ്ഥരെ വിജിലൻസ് നിയോഗിക്കുകയും അതുപോലെ തന്നെ 3-5 വർഷങ്ങൾ ഒരേ മേഖലയിൽ ഒരേ പോലീസ് ഉദ്യോഗസ്ഥരെ തുടർച്ചയായി നിയമിച്ചുകൊണ്ട് എല്ലാവിധ ഫോൺ കോളുകളും മന്ത്രിമാരുടെയും ഭരണപക്ഷ പാർട്ടി നേതാക്കളുടെയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെയും അടക്കം ഒട്ടുമിക്ക പ്രമുഖരുടെയും ഫോൺ കോളുകൾ ഈ സംഘം ചോർത്തി. അജിത് കുമാറും SP സുജിദാസും അടങ്ങുന്ന അവർക്കൊപ്പമുള്ള വലിയൊരു ശ്രേണി, ഒരു കോക്കസ് ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഈ ഫോൺ കോളുകൾ ചോർത്തി എന്നാണ് PV അൻവർ പറയുന്നത്. അതിന് തെളിവായിക്കൊണ്ട് തന്നെ PV അൻവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു കരിയറെ SP സുജിദാസിന് കീഴിലുള്ള സംഘം പിടികൂടി. ഇയാളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ SP സുജിദാസ് തൻ്റെ പക്കലുള്ള ലാപ്ടോപ്പ് ഈ കരിയറിന് മുമ്പിൽ കൊണ്ടുവയ്ക്കുകയും അതിലുണ്ടായിരുന്ന ഈ രാഷ്ട്രീയ പ്രമുഖരുടെ അടക്കം സംഭാഷണങ്ങളും ശബ്ദരേഖകളും ഈ കരിയർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ പ്രമുഖരുടെ സംഭാഷണങ്ങളാണ് കേൾപ്പിച്ചു കൊടുത്തത്. മാത്രമല്ല ഈ കരിയറോട് തന്നെ SP സുജിദാസ് പറഞ്ഞതായി PV അൻവർ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അടിച്ചു വാരുന്ന സ്ത്രീയുടെ ഫോൺ റെക്കോർഡ് വരെ തൻ്റെ പക്കലുണ്ട്, അതും തനിക്ക് കേൾപ്പിച്ചു തരണോ എന്ന് ഈ കരിയറോട് SP സുജിദാസ് ചോദിച്ചു എന്നാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ വലിയ അട്ടിമറികൾ ഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അട്ടിമറികൾ നടത്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത് രാഷ്ട്രീയ അട്ടിമറികളാണ്. കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട പല സുപ്രധാന കേസുകളിലും അട്ടിമറി നടന്നിരിക്കുന്നു. ആ അട്ടിമറിക്ക് പിന്നിലും ADGP അജിത് കുമാർ അടങ്ങുന്ന സംഘമാണ്. വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കുന്ന കേസുകൾ പോലും ഒന്നുമല്ലാതെ കേസുകൾ ഒതുക്കി തീർത്തതിന് പിന്നിലും ADGP അജിത് കുമാറാണ് എന്നുള്ള വലിയൊരു ആരോപണങ്ങൾ കൂടി PV അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ചെലവാക്കുന്ന SOG ഗ്രൂപ്പിന് ചെലവാക്കുന്ന സാമ്പത്തിക ഫണ്ട് വിനിയോഗത്തിനും വലിയ തട്ടിപ്പ് നടന്നതായും ഇന്ന് PV അൻവർ ആരോപിച്ചു. വിനീത, ശരി, ഗുരുതര ആരോപണങ്ങളാണ് PV അൻവർ MR അജിത് കുമാറിനെതിരെ വീണ്ടും ഉയർത്തുന്നത്. ഈ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അദ്ദേഹം ഫോൺ ചോർത്തുന്നു എന്ന നേരത്തെ തന്നെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ആ പേരുകൾ, ഉദ്യോഗസ്ഥരുടെ പേരുകൾ, ആരാണ് ഫോൺ ചോർത്തുന്നത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് PV അൻവർ പുറത്തുവിട്ടത്.